കുമ്പളങ്ങ കേട്ടോ ടീച്ചർ കൊണ്ടുവന്ന് കുമ്പളങ്ങ കഴിഞ്ഞു 3 എണ്ണം കഴിഞ്ഞു. അച്ഛൻ എന്താ ടിൻറ്റുമോനായ കുമ്പളങ്ങ വെച്ചിട്ടൊരു വ്യത്യസ്തമായ ഒരു കറിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ. ഇതൊരു വെറൈറ്റി കുമ്പളങ്ങ കറിയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്നാലേ ഈ കുമ്പളങ്ങ കറി എങ്ങനെ വെക്കുന്നത് കാണാൻ പറ്റുള്ളൂ. കുമ്പളങ്ങ ഉണ്ട്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഉരുളക്കിഴങ്ങായ കുമ്പളങ്ങ ചെറിയൊരു കേട് വന്നു പോലെ, എന്നാലും കുഴപ്പമില്ല. ചെറുതാ വലുത്. നടക്കാൻ പോകുമ്പോഴേ തണുപ്പടിച്ചപ്പോൾ ബട്ടൺസ് ഒക്കെ തന്നോളത്തെ അത് കഴിക്കാൻ മറന്നു. നല്ല മൂപ്പായിട്ട് കേട്ടോ കുമ്പളങ്ങ. അതെ അതെ നല്ല മൂപ്പുണ്ടായിരുന്നു. വലിപ്പം ഇല്ല, വലിപ്പം ചെറുപ്പം വലിപ്പം ചെറുപ്പ് പോയി. നിങ്ങൾ കഴിഞ്ഞാൽ പരീക്ഷ പിന്നെ സ്കൂൾ അടയ്ക്കണം. നാളെയല്ലേ ഇന്ന് പരീക്ഷ ഇന്നത്തോടെ കഴിഞ്ഞു. 23 നാളെ ബുധനാഴ്ച വൈകിന്ന് പറയുന്നത് സ്കൂളായിട്ട് കരോളം ചെറുതായിട്ട് അതതിൻ്റെ ഇടയിൽ കലോത്സവം 2 ദിവസം വീട്ടിൽ തന്നിട്ട് പോകുന്നു. 2 ദിവസം ഒരു ദിവസം 2 ദിവസം 5-ാം തീയതി. അപ്പം 2 ദിവസം ലീവുണ്ട്. ഉണ്ണിക്ക് ലീവൊന്നും ഇല്ല കേട്ടാ. ഒരു സ്കോളർഷിപ്പ് പരീക്ഷ ഉണ്ട്, അതിൻ്റെ പഠിക്കണം. പക്ഷെ സമയം മാറ്റി വെച്ചേ സമാധാനം. ഡേറ്റ് മാറ്റി. 30-ാം തീയതി പരീക്ഷയായിരുന്നു, മാറ്റിയത് ജനുവരി 21 അത് തന്നെ സമാധാനം. അതെ, കുറച്ച് തേങ്ങ ചേർക്കട്ടെ. ചിരകി എടുക്കട്ടെ കേട്ടാ. ഒരു തണുപ്പാണിത്. തണുപ്പ് നമുക്ക് കുമ്പളങ്ങ കറിക്ക് കുറച്ചൊന്ന് വറുത്തെടുക്കാണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു തുള്ളി മതി. വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ പച്ചരി കഴുകി കാണിക്കാം. ഒരു 4 മണി ഉലുവ. എരിവിന് 2 വറ്റൽമുളക്, 2 പച്ചമുളക്, 2 ഒപ്പം കൊടുക്കണം. രണ്ടും ഒരുമിച്ചെടുക്കണ്ട. അത് 2 ഇത് 2. ഇതായി. കുറച്ച് തേങ്ങ, ചെറിയൊരു മുറി തേങ്ങ. ഇതിലേക്ക് കൂട്ടിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പച്ചക്കടുക് അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മതി. ഇത്ര പുളി, ചെറിയൊരു നെല്ലിക്ക വലുപ്പമില്ല, ചെറിയൊരു അരിനെല്ലിക്ക വലുപ്പത്തിലൊരു പുളി. ഇതും കൂടി നന്നായി അരച്ചിട്ട് വരാം. 1 കഷ്ണം കുമ്പളങ്ങ കേട്ടോ, നാടൻ കുമ്പളങ്ങയാണ്. ചെറിയ കുമ്പളങ്ങിൻ്റെ 1 കഷ്ണം, പകുതി കഷ്ണം പറഞ്ഞാൽ 3/4 കഷ്ണം. പകുതി കഷ്ണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. അടച്ച് വെച്ച് വേവിക്കുക. വേകട്ടെ. നമ്മൾ കൂട്ടാൻ എന്താ നോക്കാം. കഷ്ണമൊക്കെ വെന്തു കൂട്ടാ, സൂപ്പറായി വന്നു. നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക. ഇത് മഞ്ഞപ്പൊടി ഇടുന്നില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അരപ്പ് ഒഴിച്ചിട്ടേ കറി തിളച്ചു. ഇനി നന്നായി ഒന്ന് താളിച്ച് കൊടുക്കാം. താളിക്കട്ടെ കേട്ടോ.
ചട്ടി ചൂടാവട്ടെ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒക്കെയുണ്ട്. നിറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. സൂപ്പർ ടേസ്റ്റ് കറിയാണ് കേട്ടോ. ഒരു വെറൈറ്റി കുമ്പളങ്ങ കറിയാണത്. അടിപൊളിയായി. നല്ല മണം. കടുക് കുറച്ച് ഒഴിക്കുമ്പോൾ പ്രത്യേക മണം. അതെ. മുതിരയൊന്ന് ഉപ്പേരി വെക്കട്ടെ. ചട്ടി ചൂടാവട്ടെ. മുതിര വേവിച്ച് വെച്ചു. താളിച്ചെടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ. കടുക് ഇട്ട് കൊടുക്കട്ടെ. കടുക് വരെ പൊട്ടുള്ളൂ. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. തണുപ്പായിട്ട് അമ്മ വറുക്കിയ പറയുന്നത്. തണുപ്പ് ഭയങ്കര തണുപ്പ്. സവാളയും പച്ചമുളകും കറിവേപ്പില നിറയും കിട്ടാം. അപ്പോൾ ഇത് വാരി വലിച്ച് കറണ്ട് പോയി. മുതിര വേവിച്ച് വെച്ചാണ് കേട്ടോ ഉപ്പിട്ടിട്ട്. തണുപ്പത്ത് മുതിര കഴിക്കാൻ നല്ല സുഖം. കുറച്ചുള്ളൂ. പക്ഷെ എപ്പോഴും വാങ്ങി വെച്ചതിൻ്റെ ബാക്കിയുണ്ട്. മുതിരപ്പേര് റെഡി ആയിട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. ചോറ് വെന്തോട്ടാ. ഓ അടുപ്പിൻ്റെ ചോട്ടിൽ നിൽക്കാൻ നല്ല സുഖം. നിൽക്കാൻ നല്ല സുഖം. ചൂടേ ഞാൻ ഊറ്റാം. ഞാട്ടെ തണുപ്പത്ത് തണുപ്പാനേ. നല്ല സുഖമാണ്. എന്താ നല്ല തണുപ്പത്ത് ചൂട് ചോറ് കിട്ടാ. മുതിരപ്പേരി മട്ടരി ചോറും. പിന്നെ ഈ കുമ്പളങ്ങ കറിയില്ലേ വെക്കാത്തരൊന്ന് വെച്ച് നോക്കട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നല്ല പച്ചൻ്റെ ടേസ്റ്റാണ്. ഓടി വാ. എന്താ മുതിരപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചടിക്ക് തൈരെല്ലാം ചേർക്കുക. ഇത് പുളി ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. ഇന്നുണ്ടെങ്കിൽ രാവിലെ പരീക്ഷ. ഇന്നത്തോടെ പരീക്ഷ കഴിഞ്ഞു കേട്ടോ. ഇന്ന് മാത്സാണ്. ഇത്ര നേരം പഠിക്കുകയായിരുന്നു. അതിനുണ്ട് വെറൈറ്റി ടേസ്റ്റ്. പച്ചൻ്റെ ടേസ്റ്റ് തന്നെ. അതേ ടേസ്റ്റ് തന്നെ, വ്യത്യാസമില്ല. അത് വേറൊരു വേർഷൻ മാത്രം. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.